ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു വൈകുന്നേരം ഡ്യൂട്ടി കഴിയുന്ന ആ ഒരു ടൈം മുതൽ നൈറ്റ് വരെയുള്ള ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ് ഇറങ്ങാനുള്ള ടൈമായിരുന്നു അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഒരു ചെറിയ ബിറ്റ് വർക്ക് കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുന്നേ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് അവിടെ നിന്ന് ഒരു ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ പേഷ്യൻ്റ് വന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് അത് വേഗം കഴിച്ചിട്ട് ഇതെൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകേണ്ട ടൈമായി. അപ്പം ഞാൻ ആ പേഷ്യൻ്റിനെ എല്ലാം എടുത്തു കഴിഞ്ഞ് പിന്നെ കുറച്ച് റിപ്പോർട്ട്സ് എല്ലാം ടൈപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ റിപ്പോർട്ടെല്ലാം ടൈപ്പ് ചെയ്തു. പിന്നെ ആ നേരത്താണ് വീണ്ടും ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും എടുക്കുക. ഞാൻ മെൻഡോസ് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ മെൻഡോസ് പോയി എടുത്ത് കഴിക്കാൻ നിന്നു. പിന്നെ എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ ബാഗിലേക്ക് പാക്ക് ചെയ്ത് മാസ്ക് ഒക്കെ കളഞ്ഞ് അങ്ങനെ ഞാനിപ്പോൾ ഇറങ്ങാം. ആ സമയത്ത് ഏകദേശം 5:30 ആകാറായി. ഇന്ന് എനിക്ക് വേറെ ഇൻപേഷ്യൻ്റ് ആയിരുന്നു ഡ്യൂട്ടി. എന്ന് വെച്ചാൽ വാർഡ് പേഷ്യൻസിനെയൊക്കെ ട്രീറ്റ് ചെയ്യേണ്ടതായിരുന്നു ഇന്ന്. അപ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ മെല്ലെ ഇറങ്ങാൻ നിൽക്കുക. ഹലോ ഗൈസ്, ഞാൻ എൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ പോസ്റ്റ് വർക്ക് റൂട്ടീൻ. അതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ വർക്ക് കഴിയുന്നതിന് കുറച്ച് ടൈം മുമ്പുള്ള ചില വീഡിയോസ് ഞാൻ ഷോർട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഇതിന് ഇൻക്ലൂഡ് ചെയ്യും എന്തായാലും. അപ്പം ശരിക്കും ഇതിപ്പം ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് മുതൽ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഫ്ലോറിലെത്തി ടാപ്പാക്കി പുറത്ത് പോകുന്നതിൻ്റെ സീനാണ് ഈ കാണുന്നത്. നോക്കുമ്പോഴത്തേക്കും ഫുൾ മഴ പെയ്തതിൻ്റെ മൊത്തം ഉണ്ട്. ഇന്ന് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ മൊത്തം വെള്ളം. നല്ല കാറ്റും മഴയായിരുന്നു ഇന്ന് ഉച്ചക്ക്. ഹായ് ഗൈസ്, ഇന്നത്തെ കാലാവസ്ഥ നോക്ക്. ഇപ്പോഴും മഴ പിടിച്ചിട്ട് തന്നെ ഉണ്ട്. ഉച്ചക്ക് നല്ലൊരു ഇടിയും മിന്നലും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നല്ല കുറവുണ്ട്. അപ്പോൾ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്നതാണ്. എനിക്ക് ഓപ്പോസിറ്റ് സൈഡ് എത്തണം ഇനി ബസ്സിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ആ ബസ്സിലാണ് പോകേണ്ടത്. ഞാനിനി എന്തായാലും ഓടിയിട്ട് എത്തൂല. രണ്ടും എനിക്ക് പോകേണ്ട ബസ് നേരത്തെ വന്നത്. ഇനിയിപ്പോൾ അടുത്ത ബസ്സിന് വെയിറ്റ് ഓടിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷെ ഞാനിനി ഓടുന്നില്ല. എനിക്ക് എപ്പോഴും ഈ ഒരു സ്ഥലം എത്തുമ്പോൾ നല്ല സൂര്യൻ നല്ല സൺ സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈം ഉണ്ടാവുമല്ലോ, അത് ഭയങ്കര ഭംഗിയാന്ന് കാണാം. അപ്പം ഞാൻ അധികം ആ ഒരു ടൈം ഞാൻ ക്യാപ്ചർ ചെയ്യാൻ നോക്കലുണ്ട്. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി ഇറങ്ങി പിന്നെ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. പിന്നെ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഉണ്ട് വീട്ടിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഞാൻ നല്ല സൺസെറ്റ് കണ്ടു. ഞാൻ വീണ്ടും എടുത്തു. പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ കർട്ടൻസൊക്കെ തുറന്നതിന് ശേഷം പിന്നെ നേരെ ഞാൻ എന്തായാലും കുളിക്കാനായിരിക്കും പോവുക. പിന്നെ കാരണം പേഷ്യൻസിൻ്റെ ഇതൊക്കെ ഇട്ട് വന്നതല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ കുളിച്ചിട്ട് വേണം എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണല്ലോ. അപ്പം പിന്നെ രാവിലെ മുതലേ അടച്ചിരുന്നതല്ലേ, അങ്ങനെ അതെല്ലാം തുറന്നിട്ട് ലാസ്റ്റ് ഇനി കുളിക്കാൻ പോകും.
അങ്ങനെ കുളിക്കാൻ പോകാനുള്ള സെറ്റാണ് ഇതൊക്കെ. കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി ക്രീം, ബോഡി മിസ്റ്റ് എല്ലാം. പിന്നെ ഞാൻ കുളിച്ചതിന് ശേഷം ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് വെറുതെ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. അത് ഞാൻ ഇന്ന് തല കഴുകിയിട്ടുണ്ടായിരുന്നു. എൻ്റെ തലയിൽ ഭയങ്കര ഡാൻഡ്രഫാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തല കുളിക്കാം. പക്ഷെ ഓയിലൊന്നും ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓൾറെഡി ഡാൻഡ്രഫായിട്ട് ഓയിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഒരു ഹെയർ മാസ്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു, വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ സ്കിൻ കെയറിലേക്ക് കടക്കുന്നു. പിന്നെ ഞാനൊരു നൈറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീനാണ്. ഇപ്പോൾ കുറേ ആയി സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ, അങ്ങനെ മെല്ലെ മെല്ലെ തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യം ഞാൻ ഫേസ് മിസ്റ്റ് ഇട്ടു, പിന്നെ എൻ്റെ മോയ്സ്ചറൈസർ, പിന്നെ അതായത് ഒരു നൈറ്റ് ക്രീം, പിന്നെ അതിന് ശേഷം സെറം. ഈ 3 സാധനങ്ങൾ മാത്രമേ നൈറ്റ് ഇടൂ. പിന്നെ ലിപ് ബാം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അത് ക്യാപ്ചർ ചെയ്യാൻ മറന്നുപോയി എനിക്ക്. പിന്നെ അത് അത്ര മാത്രം, ഈ ഒരു 3 സാധനം മാത്രമാണ് നൈറ്റ് ചെയ്യുക. പിന്നെ തലയൊക്കെ ഡ്രൈ ചെയ്യണം. പിന്നെ അത്രയും. ഇതെൻ്റെ ഹെയർ സെറമാണ്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ബോഡി ഷോപ്പിൻ്റെ ഒരു ഹെയർ സെറമാണത്. നല്ല മണമാണ്. അപ്പം അത് ഞാൻ എപ്പോൾ യൂസ് ചെയ്തു, ഇപ്പം തീർന്നു എൻ്റെ ബോട്ടിൽ. പക്ഷെ ഞാനത് എപ്പോൾ യൂസ് ചെയ്യൂല. പക്ഷെ എനിക്ക് നല്ലൊരു നല്ല തലയൊക്കെ നല്ല രീതിക്ക് വാഷ് ചെയ്താൽ ഞാൻ അത് തേക്കാറുണ്ട്. പക്ഷെ അത് അധികമായാൽ ഭയങ്കര ഓയിലി ആയിട്ട് തോന്നുമ്പോൾ കുറച്ച് മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇപ്പം മുടിയെല്ലാം സെറ്റായി. അപ്പം ഞാൻ വിചാരിച്ച അത്ര സെറ്റായിട്ടില്ല. ഞാൻ ആ സെറം ഇട്ടുകൊണ്ടോന്ന് അറിയില്ല, കുറച്ചൊരു ഓയിലി പോലെ ഉണ്ടായി. പിന്നെ വിളക്കൊക്കെ കത്തിച്ച്, പിന്നെ ഒരു ആംബിയൻസ് വരുത്താൻ വേണ്ടിയിട്ട് വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ അതിന് ശേഷം കുറച്ചൊന്ന് TV കണ്ടു. പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാമെന്ന്. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒന്നുമില്ല, പിന്നെ പോയി കിടക്കുന്ന നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, നമ്മടെ പോന്നെ പറ. പ്രായം എത്ര? മുത്തിന് നീ ആദ്യം ഇന്ന് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് എന്താക്കുന്നേ? ഇന്നിപ്പോ ഫുഡ് കഴിക്കാൻ പോകുന്നത് പറഞ്ഞു. ഇവിടെ ഇപ്പൊ എല്ലാരും കളിക്കുന്ന ഓണായിട്ടുണ്ട്. എല്ലാരും കളിക്കുന്നതാണ്. ഇതൊക്കെ ആരാണ്? സ്റ്റാർ ഫിഷ്. അബി സ്റ്റാർ ഫിഷ് എല്ലാം ഇട്ടിട്ടാണ് അബി പോന്നെ. നമ്മള് മെഗ്ഡി എത്തിയിട്ട് നമ്മളിപ്പോ ഇവിടുന്ന് ഫുഡ് കഴിക്കും. ഒന്നിച്ച് അബി ഉണ്ട്, പിന്നെ അജയ് ഉണ്ട്. നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നു. No fries, right? It's a corn. ഇപ്പം ഞങ്ങളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തെല്ലോ കഥയെല്ലാം പറഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാമറ എടുക്കുന്ന സമയത്ത് നമ്മളെന്തോ അവിടെ തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് ഇനി എല്ലാവരും വീട്ടിൽ പോവും. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പണിയുണ്ട്, വന്നിട്ട് ഒരു ചെറിയ പണിയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല, കിടന്ന് ഉറങ്ങുക, നാളെ രാവിലെ എണീച്ച് പോവുക. ദാറ്റ്സ് ഓൾ. ഇത്രയെല്ലാം വീഡിയോ എടുത്തിട്ട് ഞാൻ ബർഗർ തിന്നുന്ന വീഡിയോ ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ സങ്കടമാവും ഗൈസ്. അതുകൊണ്ട് ഞാൻ
ബർഗർ തിന്നുന്ന ഒരു വീഡിയോ അങ്ങ് എടുത്ത് ഞാൻ തന്നെ സന്തോഷിച്ചു. പിന്നെ ഇന്നത്തെ വീഡിയോ ഹലോ അപ്പം ഞാൻ പറഞ്ഞ ആ സംഭവം ഇതായിരുന്നു. എൻ്റെ യൂണിഫോം എല്ലാം അലക്കാനിടാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനതെല്ലാം അലക്കാനിട്ടു. കാരണം നാളെ ഞാൻ എന്തായാലും യൂണിഫോം അല്ല ഇടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അലക്കിയിടാമെന്ന്. അങ്ങനെ അലക്കാനൊക്കെ ഇട്ട് പിന്നെ ഇനി ഒന്നുമില്ല, നേരെ പോയി കുറച്ച് 2 പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴുകി പിന്നെ അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ പല്ല് തേക്കുക. പല്ല് തേച്ച് പോയി കിടന്നുറങ്ങുക. ശുഭം. ആക്ച്വലി ഇന്നത്തെ ഒരു ചെറിയ ഒരു ഈവനിങ് റുട്ടീൻ പോലെ. എപ്പോൾ ഏകദേശം ഇങ്ങനെ തന്നെയാണ് വൈകുന്നേരങ്ങളെല്ലാം. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനിയിപ്പം കിടന്നുറങ്ങും, അത്ര തന്നെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ.